എഗ്രിമെന്റ് ഹരിശങ്കർ ഒപ്പിട്ട് തരാൻ പോയ ഉടൻ ഒരു കൊടുങ്കാറ്റ് പോലെ ആ സ്ത്രീ ഒരു വരവ് വന്നു. ഏത് സ്ത്രീ? ഹരിയുടെ ഭാര്യ പ്രിയ, അല്ലാണ്ടാര്. എഗ്രിമെന്റ് തുണ്ടായ അവൾ വലിച്ചു കീറി. ആ കോൺട്രാക്ട് വേണ്ട നമുക്കുഞ്ഞ് പറഞ്ഞപ്പോ ഞാൻ കേൾക്കേണ്ടതായിരുന്നു. ഛേ, നാണക്കേടായി. നാണക്കേടല്ല വിച്ചേട്ട പ്രശ്നം. ഇനിയിപ്പൊ ഈ കാര്യത്തിൽ ഹരിശങ്കറിനോട് ആ കുട്ടി വെറുതെ വഴക്കുണ്ടാക്കും. അവരുടെ കുടുംബത്തിൽ അതൊരു പ്രശ്നമാവും. ഓ, കേട്ടിടത്തോളം ആ കൊച്ചിനൊരു പ്രശ്നം ഉണ്ടാക്കാൻ ഇത് തന്നെ വേണമെന്നില്ല അമ്മു. അവള് പ്രശ്നം സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങിച്ചോണ്ട് വീട്ടിൽ വരും. ഇനിയിപ്പൊ അത് വിചാരിച്ച് വെറുതെ സങ്കടപ്പെടണ്ട. ഉത്തമം പറഞ്ഞാലും കാര്യമുണ്ട്. ആ കൊച്ചിന് ജീവിതത്തിൽ വരെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ പിന്നെ എന്ത് വേണമെങ്കിലും പ്രശ്നമാക്കി കളയും. ലോകത്ത് രണ്ട് തരക്കാരായി പ്രശ്നക്കാര്. ഒന്നുകിൽ ഒരു സങ്കടവും ഇല്ലാത്തവർ, അല്ലെങ്കിൽ സങ്കടം മാത്രമുള്ളവർ. ഇടയ്ക്കുള്ളവരൊക്കെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ഹരിശങ്കറിനെ ഇനി എങ്ങനെ ഫേസ് ചെയ്യുന്ന ഓർക്കുമ്പോഴാ ഞാൻ ആ കുട്ടിയെ വിളിച്ചൊന്ന് മാപ്പ് പറഞ്ഞാലോ? എന്തിന്? അതിന് കുഞ്ഞെന്ത് തെറ്റ് ചെയ്തു? നമ്മളൊരു കമ്പനി നടത്തുന്നു, അവര് വേറൊരു കമ്പനി. അതിനപ്പുറം വേറെ എന്ത് ബന്ധമാണ് നമുക്ക് അവരോട്? ഒന്ന് ചുമ്മാ ഇരിക്കേ. നമുക്ക് ഈ പ്രോജക്റ്റ് വേണ്ട, അത്രയല്ലേ ഉള്ളൂ. ഇതില്ലാതെ പോയത് കൊണ്ട് നമ്മൾ പൊളിഞ്ഞു പോയെന്നില്ലല്ലോ. വീച്ചേട്ടൻ നിർബന്ധിച്ചതുകൊണ്ട് ഞാൻ ഇതിന് സമ്മതിച്ചത്. വേണ്ടായിരുന്നു. ഏതായാലും വീച്ചേട്ട, ഞാനൊന്ന് ഹരിശങ്കറിനെ കാണാൻ തന്നെ തീരുമാനിച്ചു. നല്ല വാക്ക് പറഞ്ഞ് പിരിയാം. ഇനിയിപ്പൊ നമുക്ക് ആ കമ്പനിയുടെ വർക്കൊന്നും വേണ്ട. അത് കാരണം ഇനി അവരുടെ കുടുംബത്തിൽ ഒരു കുഴപ്പം വരണ്ട. നമുക്കല്ലേ തന്നെ ഇഷ്ടം പോലെ തലവേദനകൾ ഉണ്ടല്ലോ. ആ കുട്ടി സ്വന്തം തെറ്റ് സ്വയം മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും. എന്നാൽ ഇങ്ങനെയുണ്ടോ പെൺപിള്ളേര്? ഭർത്താവിന്റെ ഓഫീസിൽ ചാടി കയറി ചെന്ന് എഗ്രിമെന്റ് വലിച്ചു കയറി കളയെന്ന് പറഞ്ഞ അടിച്ച് പല്ല് ഒഴിക്കാൻ ആളില്ലാഞ്ഞിട്ട്. അടിച്ച് പല്ല് ഒഴിക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ ചെയ്യടോ. അത് ശരി, എന്റെ പല്ലടിച്ചു ഒടിക്കുന്ന കാര്യം ചർച്ച ചെയ്യായിരുന്നു അല്ലേ? എന്തിനാ പല്ല് മാത്രം വെക്കുന്നേ? എല്ലും കൂടി അടിച്ചൊടിക്ക്, അല്ലെങ്കിൽ കയ്യും കാലും വെട്ടിയൊരു മൂലക്കിട്. എന്നിട്ട് കാമുകനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാലോ. പ്രിയ, ഞാൻ പറയുന്നത് കേൾക്കണം. കുട്ടി വെറുതെ തെറ്റിദ്ധരിച്ച് തോന്നിവാസങ്ങൾ വിളിച്ച് പറയരുത്. കുട്ടിയോ? ആരുടെ കുട്ടി? എനിക്ക് വയസ്സ് 21ആയി. വോട്ട് ചെയ്യാനും കല്യാണം കഴിക്കാനും കുടുംബം നടത്താനും ഒക്കെയുള്ള പ്രായമായി. അതുകൊണ്ട് കുട്ടി പട്ടിന്നൊന്നും വിളിച്ച് എന്നെ ചെറുതാക്കാൻ നോക്കണ്ട. പ്രിയ, എന്നെ തെറ്റിദ്ധരിക്കരുത്. എനിക്ക് ഹരിശങ്കറുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. ഒരു ബന്ധവും ഇല്ലല്ലേ? വേറെ വിശേഷമൊന്നുമില്ലല്ലോ. ഒരു ബന്ധമില്ല പോലും. എനിക്ക് നിങ്ങളോട് കുറച്ച് ബഹുമാനം ഉണ്ടായിരുന്നു, അതും കൂടെ പോയി. ഇങ്ങനെ പച്ചക്കള്ളം പറയുന്ന ഒരുത്തി എന്തും ചെയ്യും, ഏത് രീതിയിലും അതപ്പതിക്കും. വീട്ടിൽ കയറി ഒന്ന് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. എന്റെ നേരെ കൈ ഉയർത്തി സംസാരിക്കരുത്. നിങ്ങളോട് പറയാനുള്ളത് കമ്പനി വെച്ച് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ ഈ സ്ത്രീയുടെ ആരാന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഭർത്താവാണെന്ന് ചിലര് പറയുന്നുണ്ട്, ചിലര് അതിനേക്കാൾ മോശപ്പെട്ട പല കാര്യവും പറയുന്നുണ്ട്. ആരായാലും എനിക്കൊന്നുമില്ല. എനിക്ക് പറയാനുള്ളത് അമൃതയോടാ. മേലാൽ എന്റെ കമ്പനിയുടെ പടി കയറി പോവരുത്. പ്രിയ, ഞാൻ പറയുന്നത് കേൾക്കണം. ഇത്ര നേരം പ്രിയ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു നിന്നു. അതെനിക്ക് തിരിച്ചു പറയാൻ അറിയാഞ്ഞിട്ടല്ല. വീട്ടിൽ കയറി വരുന്നവരോട് മര്യാദ കാണിക്കണമെന്നാ ഞാൻ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ടാ. മാത്രമല്ല, പ്രിയ ഹരിശങ്കറിന്റെ ഭാര്യയാണ്. നിങ്ങളുടെ കമ്പനി ഞങ്ങളുടെ കമ്പനിക്ക് വർക്ക് വന്നിട്ടുമുണ്ട്. പക്ഷെ അതൊക്കെ ശരിയാണെങ്കിലും പ്രിയക്ക് എന്നെ പറ്റി അസത്യം പറയാനുള്ള അവകാശമില്ല. എനിക്ക് അവകാശമുണ്ട്. അതൊരു ഭാര്യയുടെ അവകാശം. എന്റെ ഭർത്താവിനോട് നീ സംസാരിക്കാൻ പാടില്ലെന്ന് പറയാൻ എനിക്ക് അവകാശമുണ്ട്. അങ്ങനെ ഭർത്താവ് വേറെ ഏതെങ്കിലും പെണ്ണിനോട് മിണ്ടിയാൽ ഉടൻ അത് പ്രശ്നമാക്കിയാൽ കൊച്ചെ നീ പിന്നെ എങ്ങനെ ജീവിക്കും? ലോകത്ത് വേറെ പെണ്ണുകളെ നോക്കാത്ത ഭർത്താക്കന്മാരുണ്ടോ? സത്യം പറയാലോ, എന്റെ അനുഭവത്തിലും അറിവിലും പരിചയത്തിലും അങ്ങനെ ഒരാളില്ല. നിങ്ങളോട് ഞാൻ ചോദിച്ചില്ല. ഞാൻ അമൃതയോട് വീണ്ടും പറയുന്നു, നിങ്ങൾ ഇനി ഹരിയെ കാണാനോ സംസാരിക്കാനോ പാടില്ല. അങ്ങനെ ചെയ്താ ഞാൻ നിന്നെ വെറുതെ വിടില്ല. പറഞ്ഞില്ലെന്ന് വേണ്ട. ദൈവമേ, ഈ കൊച്ചിന് യാതൊരു വിവരമില്ലല്ലോ. ഇക്കാലത്ത് പെമ്പിള്ളാർ ഇത്രയും ചീപ്പാവോ? ഏതായാലും നിങ്ങളുടെ ഈ മാലാക്ക ചീപ്പായതുപോലെ ഞാൻ ചീപ്പായിട്ടില്ല. നാണമില്ലല്ലോ, കല്യാണം ആലോചിച്ചൊരുത്തൻ വേറെ കല്യാണം കഴിച്ചിട്ടും അയാളെ ഓടിച്ചിട്ട് പിടിച്ച് കുടുംബം തകർക്കാൻ നടത്തി. നിർത്ത. ഇതുവരെ ഞാൻ കേട്ടോണ്ട് നിന്നു. അത് ഹരിശങ്കറിന്റെ ഭാര്യ ആയതുകൊണ്ട്. ഇനി ഈ വിധത്തിൽ ഈ വീട്ടിൽ നിന്ന് സംസാരിച്ചോണ്ടല്ലോ നീ വിവരറിയും. പ്രിയ പറഞ്ഞല്ലോ ഞാൻ ഓടിച്ചിട്ട് പിടിച്ചെന്ന്. എന്താ പ്രിയക്ക് തെളിവ്? നിങ്ങളുടെ ഓഫീസിൽ ഞാനൊരു ചെക്ക് വാങ്ങാൻ വന്നതാണോ? നാണമില്ലല്ലോ പ്രിയ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ. ചെക്ക് വാങ്ങാൻ വന്നത് മാത്രമല്ല, വേറെ തെളിവുണ്ട്. നിങ്ങളുടെ അമ്മയെ ഈ വീട്ടിൽ കൊണ്ടുവന്നാക്കി. നിങ്ങളുടെ അമ്മ മരിച്ചപ്പോ ഹരി ഓടി ഇങ്ങോട്ട് വന്നു. കഴിഞ്ഞ ദിവസം നിങ്ങൾ രണ്ടുപേരും കാറിൽ വന്നിറങ്ങുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ? അയ്യോ, അതെന്റെ കാറ് കേടായപ്പോ വഴി വെച്ച് എന്നെ കണ്ട് ഹരിശങ്കർ ഒരു ലിഫ്റ്റ് തന്നതാ. ഹരി അപ്പ വന്നത് ഹോട്ടൽ പേൾ റീജൻസിന്നാ. കാർ അവിടെ വെച്ചാണോ കേടായത്? ഒരു മുറിയിൽ വെച്ചായിരിക്കും അല്ലേ? എന്റെ കുഞ്ഞെ, ഈ കൊച്ചിനോട് വേദം ഓതാൻ നിക്കല്ലേ.
ഒരു വാക്ക് പറഞ്ഞാൽ മതി അമ്മു, ഞാൻ ഇവിടെ ചവിട്ടി പുറത്താക്കാം. വേണ്ട ഉത്തമൻ ചേട്ടാ, അവള് പറയട്ടെ. സ്വന്തം ഭർത്താവിനെ കുറിച്ച് അവൾക്ക് നല്ല മതിപ്പുണ്ട്, അതാ പ്രധാനം. അല്ലല്ല, നിനക്കാണല്ലോ എന്നെക്കാൾ മതിപ്പ്. കല്യാണം കഴിക്കാൻ പറ്റാത്തത് കൊണ്ടുള്ള സങ്കടമല്ലേ നിനക്കിപ്പോ? വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞപ്പോ ഹരിക്ക് നല്ല സ്വത്തായി, സ്വന്തം കമ്പനിയായി. അപ്പം നിനക്കൊരു പശ്ചാത്താപം, എങ്ങനെയും വല വീശി പിടിക്കണോന്ന്. സത്യം പറഞ്ഞ പശ്ചാത്താപമൊന്നുമില്ല. സ്വന്തം കമ്പനിയായെന്ന് കണ്ടപ്പോ സന്തോഷേ തോന്നിയിട്ടുള്ളൂ. ഹരിശങ്കർ അർഹിക്കുന്നത് പോലെ ഒരു ഭാര്യയെ കിട്ടിയെന്ന്. പക്ഷേ ഇപ്പൊ എനിക്ക് അയാളോട് സഹതാപം തോന്നുന്നു. സ്വന്തം ഭർത്താവിനെ വില കൊടുത്ത് വാങ്ങിയ ഒരു സാധനം പോലെ കാണുന്ന ഒരുത്തിയാണ് ഹരിശങ്കറിന്റെ ഭാര്യയെന്ന്. ഞാൻ എന്റെ ഭർത്താവിനെ എങ്ങനെ കാണും? അതിന് നിനക്കെന്താ? എനിക്കൊന്നുമില്ല. അതെ, നാട്ടുകാർ ചിരിക്കും. നാട്ടുകാർക്ക് ഇതിലെന്താ കാര്യം? എനിക്ക് വേണ്ടി എന്റെ അച്ഛൻ കണ്ടുപിടിച്ച ഭർത്താവാ ഹരിശങ്കർ. ഹരിശങ്കർ സ്നേഹിക്കേണ്ടത് എന്നെയാ, അല്ലെന്ന് ഏത് നാട്ടുകാർ പറയും? പ്രിയയോട് തർക്കിക്കാൻ ഞങ്ങൾ ആരുമില്ല. ഏതായാലും ഹരിശങ്കർ ആ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ട് ഇരിക്കുമ്പോൾ അദ്ദേഹം തന്നൊരു എഗ്രിമെന്റ് വലിച്ചീറി കളഞ്ഞത് ഒട്ടും ശരിയായില്ല. എനിക്കതിന് അധികാരമുണ്ട്. എന്റെ കമ്പനി അത്. നിങ്ങൾ ഈ പറഞ്ഞ മാനേജിംഗ് ഡയറക്ടർ ഹരിശങ്കർ അതിലൊരു ജീവനക്കാരൻ മാത്രം. അതെന്റെ ഭർത്താവായതുകൊണ്ട് മാത്രം എന്റെ അച്ഛൻ വച്ചു നീട്ടിയ പദവിയാ. എന്താ നിർത്തിക്കളഞ്ഞത്? മുഴുവൻ പറയൂ, കേക്കട്ടെ. ഓഹോ, അവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് നേരെ ഇങ്ങോട്ട് വന്നതാണല്ലേ? എന്നെ ഇവിടെ പ്രതീക്ഷിച്ചില്ല അല്ലേ? നീ ഇങ്ങോട്ടാ വന്നെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് വന്നതാ. എന്തിനാ ഹരി നട്ടാൽ കുരുക്കാത്ത നുണ പറയുന്നത്? എന്തിനാ വന്നതെന്ന് എനിക്കറിയാം. ദിവസവും വന്നു കയറി ഇറങ്ങുന്നിടത്ത് വരാതിരിക്കാൻ അല്ലെങ്കിലും പറ്റില്ലല്ലോ. പ്രിയ വരൂ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. വരാം. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് പൂർത്തിയാക്കാതെ വരുന്നില്ല. വരാനാ പറഞ്ഞത്. പറയുന്നത് നിന്റെ ഭർത്താവാ. ഓ, അതൊരു വെറും ഉദ്യോഗം മാത്രമാണെന്ന് ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. എന്റെ പൊന്നു സാറേ, നിങ്ങളെ സമ്മതിച്ചു തന്നിരിക്കുന്നു. ഇതെങ്ങനെ സഹിക്കുന്നു? കണ്ടോ കണ്ടോ, ഹരി എന്നെ ആക്ഷേപിക്കാൻ കൂട്ടു നിൽക്കുകയാണല്ലേ. സ്വയം ആക്ഷേപം ഏറ്റുവാങ്ങാൻ ചിലർ തീരുമാനിച്ചിറങ്ങി പുറപ്പെട്ടാൽ പിന്നൊന്നും ചെയ്യാൻ പറ്റില്ല. വരാനാ പറഞ്ഞത്. ഞാനിപ്പോ വരുന്നില്ല. അതല്ല, ഞാൻ ഇവിടുന്ന് പോയിട്ട് നിങ്ങൾക്ക് ഇവളുമായിട്ട് എന്തെങ്കിലും ഏർപ്പാടുണ്ടെങ്കിൽ ഞാൻ പോവാ. ഇവളുടെ അച്ഛൻ വലിയ വില കൊടുത്ത് വാങ്ങിച്ച ജോലിക്കാരനാ ഞാൻ. ഇതെന്റെ ജോലിയുടെ ഭാഗമായി പോയി. സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ അമൃതേ, തല്ല് കിട്ടിയെങ്കിൽ മാത്രമേ ചില പെണ്ണുങ്ങൾ നന്നാവൂ. ഈ കൈ കൊണ്ട് താലി കെട്ടിയ പെണ്ണിനെ തല്ലേണ്ടി വരുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചല്ല. നിങ്ങൾ എന്നെ അടിച്ചല്ലേ? ഇനിയും ചിലപ്പോൾ അടിക്കും. ഒരിക്കൽ അടിച്ചു പോയാലുള്ള കുഴപ്പതാ. അതുകൊണ്ട് എന്റെ പൊന്നമോളി ചെന്ന് വണ്ടി കയറ്, ചെല്. ഹരിശങ്കർ, ഞങ്ങൾ കാരണം ഞങ്ങളെ സഹായിക്കാൻ ശ്രമിച്ചിട്ട് അവസാനം ഇങ്ങനായത് വലിയ വിഷമായി. പണവും അഭിമാനവും കൂടി ഒന്നിച്ചു വാഴില്ല. രണ്ടിലൊന്ന് ഞാൻ കൈവിട്ടേ തീരൂ. അതെനിക്ക് പണ്ടേ അറിയാം. ഏത് വേണമെന്നാണ് ഇപ്പോഴത്തെ ചോദ്യം. പോട്ടെ, ഞാൻ കാരണം നിങ്ങൾക്കുണ്ടായ അപമാനത്തിന് മാപ്പി ചോദിക്കുന്നു. ഇതെന്താ നിങ്ങൾ രണ്ടുപേരും രണ്ടു വണ്ടിയില്? മോള് പറഞ്ഞത് ഓഫീസിലേക്ക് വരുന്നതാണല്ലോ. അവള് വണ്ടി തിരിച്ചയക്കുന്നതും കാത്തിരിക്കുകയായിരുന്നു ഞാൻ. അത് അവളുടെ വണ്ടിയല്ലേ, അത് തിരിച്ചയക്കേണ്ട കാര്യമില്ലല്ലോ ഡാഡി. എന്റെ വണ്ടിയല്ലേ തിരിച്ചേൽപ്പിക്കേണ്ടത്. അത് ഞാൻ എന്നേക്കുമായിട്ട് തിരിച്ചേൽപ്പിക്കുക. ദാ താക്കോല്. നീ എന്താ മോനെ ഇങ്ങനെ സംസാരിക്കുന്നത്? എന്ത് സംഭവിച്ചു? പൈസസ് സീ ഫുഡിന്റെ MD ഒരു വണ്ടിയില്ലാതെ നടക്കുന്നത് മോശമാണ്. അതുകൊണ്ട് ഞാൻ ആ കസേരയും ഡാഡിക്ക് തിരിച്ചേൽപ്പിക്കുകയാണ്. ഹരി, വാട്ട് ആർ യു സേയിങ്?
ഇനി ആ കമ്പനിയിൽ എന്റെ സേവനം ആവശ്യമില്ല. ഞാൻ രാജിവെച്ചു കഴിഞ്ഞു. നോ 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 നോ, ഐ വോണ്ട് പെർമിറ്റ് ദാറ്റ്. നോക്ക് ഹരി, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി വലിച്ചെറിയാനുള്ളതല്ല ആ പദവിയും കാറും. ഡാഡി എന്തിനാ ഹരിയെ നിർബന്ധിക്കുന്നത്? ഹരിക്ക് മനസ്സിൽ അത്രയ്ക്ക് വിഷമമുള്ളതുകൊണ്ടാ MD സ്ഥാനം റിസൈൻ ചെയ്യുന്നത്. അമൃതയ്ക്ക് കൊടുത്ത വാക്കാ ഹരിക്ക് നമ്മുടെ കമ്പനിയേക്കാൾ വലുത്. എന്താ സംഭവിച്ചത്? തുറന്നു പറ. ഒന്നുമില്ല ഡാഡി, ഞാനിന്ന് ഓഫീസിൽ ചെന്നു. അപ്പോ 4 കോടിയുടെ കൺസ്ട്രക്ഷൻ വൈകുണ്ഠത്തിന് കൊടുക്കുന്ന എഗ്രിമെന്റ് കൈമാറുന്ന ചടങ്ങായിരുന്നു. ഞാനത് കീറിക്കളഞ്ഞു. നമ്മുടെ കമ്പനിയുടെ കൺസ്ട്രക്ഷൻ നടത്താൻ ഈ നാട്ടില് വേറെ കമ്പനി ഉണ്ടോ എന്ന് നോക്കണമല്ലോ. അമൃത അവളുടെ കമ്പനി പൂട്ടിയാലും നമുക്ക് നമ്മുടെ കമ്പനി നടത്തണ്ടേ? കീറിക്കളഞ്ഞു? പ്രിയ, നിനക്ക് നല്ല തല്ലിന്റെ കുറവാണ്. എനിക്ക് മാത്രമേ തല്ലിന്റെ കുറവുള്ളൂ ഡാഡി. അത് എവിടെ ന്യായോ? സ്വന്തം ഭാര്യയെ വെട്ടിച്ച് പഴയ കാമുകിക്ക് പണം കൊടുക്കുന്നവർക്ക് തല്ല് വേണ്ടേ? മോളെ, സൂക്ഷിച്ച് സംസാരിക്കണം. ചില വാക്കുകൾ പറഞ്ഞു പോയാൽ അത് തിരിച്ചെടുക്കാൻ കഴിയില്ല. ഞാൻ പറയുന്നതൊക്കെ ആലോചിച്ച് പറയുന്നതാ ഡാഡി. എനിക്കതൊന്നും തിരിച്ചെടുക്കണ്ട. സത്യം അല്ലെങ്കിലും കുറച്ച് വേദനിപ്പിക്കുന്നതായിരിക്കും. അതിനിപ്പോ ഞാനെന്ത് ചെയ്യാനാ? ചില വാക്കുകൾ തിരിച്ചെടുക്കാൻ പറ്റില്ല. മറ്റുള്ളവർ പറഞ്ഞതും എന്നോട് പറഞ്ഞതും മറ്റുള്ളവരോട് പറയുന്നത് ഞാൻ കേട്ടതും വാക്കുകൾ മാത്രമല്ല, ചില കാഴ്ചകളും. അതിന്റെ വേദന ഞാൻ മാത്രം അറിഞ്ഞാ പോരല്ലോ. പ്രിയ, പ്രിയ, തെറ്റെന്റേതാ. ഒരു ഭാര്യയാകാനുള്ള മെച്ചൂരിറ്റി ഇല്ലാത്ത നിന്നെ ഞാൻ കല്യാണം കഴിപ്പിക്കരുതായിരുന്നു. അതിനെന്താ ഡാഡി, എനിക്കൊരു കളിപ്പാട്ടം വാങ്ങി തന്നല്ലോ. നല്ല വിലയുള്ള ഭംഗിയുള്ള ഒരു കളിപ്പാട്ടം. മെച്ചൂരിറ്റി ഇല്ലാത്ത എനിക്ക് ഭർത്താവ് എന്തിനാ? കളിപ്പാട്ടം മതി പോരെ ഹരി? എനിക്കിതിനൊന്നും മറുപടിയില്ല പ്രിയെ. എന്നെ നിനക്കോ നിന്നെ എനിക്കോ മനസ്സിലാക്കാൻ കഴിയില്ലെന്ന് മാത്രം എനിക്ക് മനസ്സിലായി. സത്യം വേദനിപ്പിക്കുന്നതാണ്, പക്ഷേ സത്യത്തെ സത്യമായി അംഗീകരിക്കാതെ പറ്റില്ല. മോനെ, നീ എളുപ്പ സില്ലിയാകാൻ തുടങ്ങരുത്. അല്ല ഡാഡി, മുമ്പ് പറഞ്ഞ കൂട്ടത്തിൽ ഒരു പദവി കൂടി ഞാൻ രാജിവെക്കുകയാണ്. അച്ചുവിട്ട് താമസിക്കുന്ന ദാസന്റെ ജോലി. കണ്ടോ കണ്ടോ ഡാഡി, ഹരിയുടെ മനസ്സിൽ ഇതൊക്കെയാണുള്ളത്. നീ ഇത്രയും കാലം ഞാനൊരു ചവിട്ടുമത്തയായി ജീവിച്ചു. ഇവൾ എന്നെ ചവിട്ടി തേക്കുമ്പോഴും ഞാൻ ചിരിച്ചുകൊണ്ട് നിന്നു. അപ്പോഴൊക്കെ എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. സ്നേഹം അധികമായതുകൊണ്ട് അതുണ്ടോയെന്ന് പരിശോധിക്കാനുള്ള ശ്രമമാണ് ഓരോ ചവിട്ടെന്ന്. ഇപ്പം അത് മാറി. സ്നേഹ കൂടുതൽ കൊണ്ടല്ല അവൾ എന്നെ ചവിട്ടിയിരുന്നത്, പുച്ഛം കൊണ്ടാ. അവളുടെ കണ്ണിൽ ഞാനൊരു കളിപ്പാട്ടം പോലുമല്ല, വെറുമൊരു ജോലിക്കാരൻ. അവളുടെ അച്ഛൻ ദാനം തന്ന കമ്പനിയിൽ അവൾക്കായി ജോലിയെടുക്കുന്ന ഒരുത്തൻ. ആ ജോലി എനിക്കിനി വേണ്ട. ഡാഡി എന്നെ മകനെ പോലെ കരുതി സ്നേഹിച്ചു എന്ന് എനിക്കറിയാം. മോനെ, ആ സ്നേഹവും ബഹുമാനവും നന്ദിയും എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. പക്ഷെ ഇനി എന്നെ നിർബന്ധിക്കരുത്. ഓ, എന്തൊരു വലിയ മഹാൻ. ഹരി, എന്നെ വിട്ടിയാക്കാൻ നോക്കണ്ട. ഛെ, ഞാൻ വന്ന് കാല് പിടിക്കുന്നാണ് വിചാരമെങ്കിൽ അതും നടക്കില്ല. പ്രിയേ, ദിസ് ഈസ് ടു മച്ച്. നീ ഒരിക്കലും ഇങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു. നേരെ മറിച്ച ഡാഡി എനിക്ക് തോന്നുന്നത്. ഞാനിങ്ങനെ സംസാരിക്കാൻ ലേറ്റായി പോയി. ഇത്രയും നാളും ഞാനൊരു വിട്ടിയായി. അയാൾ എന്നെ വിട്ടിയാക്കി. ഡാഡി കണ്ടില്ലല്ലോ കാറിനകത്ത് അവരിരുന്ന ഇരിപ്പ്. അവള് ചിരിച്ചുകൊണ്ട് ഹരിയെ നോക്കുന്നു. ഹരി തിരിച്ച് പ്രേമത്തോടെ. കൊല്ലാനാ എനിക്ക് തോന്നിയതപ്പോ. ഞാൻ ഇത്രയും പ്രാണം കളഞ്ഞ് സ്നേഹിച്ചിട്ട് അവസാനം. മോളെ, ഇതൊക്കെ നിന്റെ തോന്നലായിരിക്കും. എനിക്ക് വട്ടാണെന്നാണോ ഡാഡി പറയുന്നത്? അവളുടെ വീട്ടിൽ ഞാൻ ചെന്നപ്പോ അവിടെ ഹരി വന്നു. അവൾ എന്നെക്കുറിച്ച് പറഞ്ഞത് ഡാഡി കേട്ടില്ലല്ലോ. അവളോടൊക്കെ എന്നെക്കുറിച്ച് ഹരി എത്ര മോശമായിട്ടാ പറഞ്ഞിട്ടുള്ളതെന്നറിയോ? ഈശ്വരാ,
എല്ലാം തകരുമല്ലോ. ഡാഡി, ഞാൻ ഇറങ്ങുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന 4-5 ഡ്രസ്സ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. കമ്പനിയിൽ MD പോസ്റ്റിന് വേണ്ടി തയ്പ്പിച്ച കോട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല. അതൊന്നും എനിക്കിനി ആവശ്യമില്ലല്ലോ. മോനെ പ്ലീസ്, ഇന്നത്തെ ദിവസം നീ ക്ഷമിക്കണം. ഇനി ഒരു ദിവസം പോലും ക്ഷമിക്കാൻ പറ്റില്ല ഡാഡി. ഹരി, പോകുന്നവര് പോട്ടെ ഡാഡി, പോയി സന്തോഷത്തോടെ ജീവിക്കട്ടെ. പ്രിയ, തനിച്ചു പോകുന്നവർക്ക് സന്തോഷം കുറവായിരിക്കും. അത് മനസ്സിലാക്കണമെങ്കിൽ നീ കുറച്ചുകൂടെ ജീവിതം കാണണം. മോളെ, നീ പോയി അവനെ തിരിച്ചു വിളിക്കേ. നീ ചെയ്തതെല്ലാം തെറ്റാണ്. ഒരു ഭർത്താവിനും ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റ്. നീ മാപ്പ് പറഞ്ഞാൽ അവൻ മടങ്ങി വരും. ഹരി എന്നോടാ മാപ്പ് പറയേണ്ടത്. ഹരി